നിങ്ങൾ ഈ കാണുന്നതാട്ടോ അത്ഭുതങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ തിരുശേഷിപ്പുള്ള ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി വലിയ പള്ളി. 17-ാം നൂറ്റാണ്ടിൽ കച്ചവടത്തിനോ മറ്റോ പോയി പണവുമായി വീട്ടിലേക്ക് മടങ്ങിയ ഹൈന്ദവ കാർന്നവരെ ഒരു കുതിരപ്പുറത്തെത്തിയ പടയാളി മോഷ്ടാക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു. പിന്നീട് കാരണവർക്കൊപ്പം സഹയാത്രികനായ ആ പടയാളി വേഷം കണ്ടിട്ട് ബ്രിട്ടീഷ് പട്ടാളക്കാരനാണോ എന്ന് സംശയിച്ചു. ചന്ദനപ്പള്ളിയിലെ ഇപ്പോഴത്തെ കൽക്കുരിശിരിക്കുന്നിടത്തെത്തിയപ്പോൾ പടയാളി സ്വയം പരിചയപ്പെടുത്തി അദ്ദേഹം വിശുദ്ധ ഗീവർഗീസ് സഹതയാണെന്ന്. ഇത്രയും പറഞ്ഞ പടയാളി അപ്രത്യക്ഷനായി. അത്ഭുതപ്പെട്ട കാരണവര് ബോധരഹിതനായി നിലത്തു വീണു. ബോധം തെളിഞ്ഞപ്പോ ഓടിക്കൂടിയ ആളുകളോട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ആദ്യം ഓലകൾ കൊണ്ട് തീർത്ത ആരാധനാലയം നിർമ്മിച്ചത് എന്നതാണ് ഐതിഹ്യം. മെയ് 7-8 തീയതികളിലാണ് ജനസാഗരങ്ങൾ ഒത്തുചേരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടാടുന്നത്. പ്രസിദ്ധമായ ചെമ്പെടുപ്പും നേർച്ചകളും നടത്തുന്നത് അന്നാണ്. എല്ലാ വർഷവും കൊടിയേറ്റിന്റെ പ്രാരംഭത്തില് വീടുകളിൽ നിന്ന് കവുങ്ങു പിഴുത് കൽക്കുരിശിന് സമീപത്ത് സ്ഥാപിച്ച് കൊടിയേറ്റുന്നു. പെരുന്നാൾ ദിവസങ്ങളിൽ ചന്ദനപ്പള്ളിയിലെ പ്രധാന നേർച്ചയായ അരി ചെമ്പിൽ വെച്ച് പാകപ്പെടുത്തുന്നു. തുടർന്ന് ചെമ്പിമൂട്ടിൽ നിന്ന് ആഘോഷപൂർവ്വം ചെമ്പ് കുതിരപ്പുരയിൽ എത്തിക്കുന്നു. അതാണ് ചെമ്പെടുപ്പ്. ഹൈന്ദവ ക്രൈസ്തവ മതമൈത്രിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ പെരുന്നാൾ. തീർത്ഥാടന സംഗമത്തിന് ശേഷമുള്ള റാസ അതിമനോഹരമാണ്. സഹതയുടെ അപദാനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അനേകായിരങ്ങളാണ് റാസയിൽ പങ്കെടുക്കുന്നത്.